പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും ഹാർവസ്റ്റ് TV പ്രേക്ഷകരുടെ അടുക്കൽ ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കി തന്ന ഈ നല്ല സാവകാശത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നേരെ ദൈവത്തിൻ്റെ വചനത്തിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്ന് സിസ്റ്റർ ജെറിൻ ആൻ്റണിയാണ്. ആ പ്രിയ മോളെയും കുടുംബത്തെയും വഹിച്ച് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവെ, ഇപ്പോൾ തന്നെ ഞങ്ങൾ ആ പ്രിയ മോളെയും കുടുംബത്തെയും വഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ, ആ കുടുംബത്തിൽ ഇത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. അപ്പോൾ ഹല്ലേലൂയ, ആ മോഡൽ ലൈഫ് അത്യന്തം അനവധിയായിട്ട് അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. പഠനം അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ആ വീട്ടിലെ ഓരോ സാഹചര്യങ്ങളും ഈ സുവിശേഷം ലോക രാജ്യങ്ങളിൽ എത്തുമ്പോൾ അവരുടെ വീടിൻ്റെ സാഹചര്യങ്ങൾ തിരിയുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പാ ഹല്ലേലൂയ, വലിയ മഹത്വത്താൽ ഇപ്പോൾ അങ്ങ് നിറച്ചതിനായി നന്ദി പറയുന്നു. അപ്പാ തിരുക്കരത്തിലെല്ലാം ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ലോർഡ്, ആമേൻ. വീണ്ടും നിങ്ങളുടെ മുൻപിൽ ദൈവത്തിൻ്റെ വചനവുമായിട്ട് കടന്നു വരുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഗ്ലോറി ഫെസ്റ്റ് എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാം ഹല്ലേലൂയ സക്സസ്ഫുള്ളായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഹല്ലേലൂയ, ഞങ്ങളെ വിളിക്കുന്ന ഓരോ വ്യക്തിക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ സമയം കണ്ടെത്തുവാൻ ഇടയാവുന്നുണ്ട്. നിങ്ങൾക്ക് താഴെ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കാം. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഞങ്ങളുടെ സൂം മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും നിങ്ങൾ ആവശ്യപ്പെടുമെങ്കിൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. നമ്മളിങ്ങനെ ഗ്ലോറിയെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ നിരന്തരമായി പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഹല്ലേലൂയ, നമ്മളിൽ നിന്ന് ആ ഗ്ലോറി ഇന്നത്തെ ശുശ്രൂഷയിൽ വെളിപ്പെടാനായിട്ട് പോവുകയാണ്. ദൈവം എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചത്? ഗ്ലോറി കാരിയർ ആകുവാൻ. ദൈവം എന്തിനാണ് നിങ്ങളെ വിളിച്ച് വേർതിരിച്ചത്? നിങ്ങളിൽ നിന്ന് ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യുവാൻ. ഈ ആശയമാണ് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് വെറും ഒരു പുഴുവോ കൃമിയോ ആയിട്ടൊന്നും അല്ല. ഹല്ലേലൂയ, നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഗ്ലോറി കാരിയർ ആയിട്ടാണ്. ഹല്ലേലൂയ, മഹത്വത്തെ ലോക രാജ്യങ്ങൾക്ക് പ്രദർശിപ്പിക്കാനുള്ള ഒരു പ്രദർശന വസ്തുവായിട്ടാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അകത്ത് അങ്ങനത്തെ കാര്യങ്ങളെ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. ഞാൻ ക്രിസ്ത്യ ലോകം നോക്കിയപ്പോൾ ക്രിസ്ത്യാനിക്ക് ഏറ്റവും അറിയാത്ത കാര്യം തന്നിൽ എന്തുണ്ടെന്നാണ്. ഹല്ലേലൂയ, തന്നിൽ എന്തുണ്ടെന്നോ ദൈവം തന്നെ എന്താക്കിയെന്നോ അവർക്കറിയില്ല. ഹല്ലേലൂയ, അതുകൊണ്ട് പല ക്രിസ്ത്യാനികളും നശിച്ചു പോകുന്നതായിട്ട് ഞാൻ കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ, എന്നാൽ ഇന്നത്തെ ഹാർവസ്റ്റ് TV എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളോട് വിളിച്ചറിയിക്കട്ടെ, നിങ്ങളുടെ അകത്ത് ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത് അസാധാരണമായ കാര്യമാണ്. നിങ്ങളുടെ അകത്ത് മഹത്വം ഉണ്ട്. നെഞ്ചത്തോട്ട് കൈവച്ച് പറഞ്ഞാട്ടെ, ഞാൻ വെറും ഒരു വേണ്ടാത്തവനല്ല, ദൈവത്തിന് വേണ്ടാത്ത മണ്ണല്ല, ഞാൻ ഗ്ലോറി കാരിയറാണ്. ഹല്ലേലൂയ, ഞാൻ മണ്ണാണെങ്കിലും മണ്ണിൻ്റെ അകത്ത് ദൈവം ഗ്ലോറിയെ നിക്ഷേപിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, നമുക്ക് ഒരു വാക്യം ഒന്ന് വായിക്കാനായിട്ട് ഇടയായി തീരട്ടെ. ഹല്ലേലൂയ, 2 കൊരിന്ത്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 4:7. But we have this treasure in jars of clay to show that this all surpassing power is from God and not from us. ഈ അത്യന്ത ശക്തി ഞങ്ങൾക്ക് മൺകൂടാരങ്ങളിൽ അത്രേ പകർന്നിരിക്കുന്നത്. ഞാൻ ക്രിസ്ത്യ ലോകം പരിശോധിച്ചപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം ഇതാണ്. അവരെപ്പോഴും പറയുന്നത് ഞങ്ങൾ മണ്ണാണ്, ഞങ്ങൾ പൊടിയാണ്, ഞങ്ങളെ കൊണ്ടൊന്നിനും കഴിയത്തില്ല എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഞാൻ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹല്ലേലൂയ, അതിന് അവർ വിളിച്ച പേര് താഴ്മ എന്നാണ്. എന്നാൽ ഞാൻ ബൈബിൾ പഠിച്ചപ്പോൾ താഴ്മ അതല്ല. ഞാൻ ബൈബിൾ പഠിച്ചപ്പോൾ താഴ്മ എന്താണെന്ന് ചോദിച്ചാൽ ദൈവം നമ്മിൽ പകർന്നതിനെ അംഗീകരിക്കുന്നതാണ് താഴ്മ. ഹല്ലേലൂയ, യിരെമ്യാവിൻ്റെ അടുക്കൽ പോയിട്ട് ദൈവം പറഞ്ഞു, നീ ഇനി ബാലനെന്ന് പറയണ്ട, നീ ഇനി പ്രവാചകനാണ്, ഞാൻ നിന്നിലൊരു പ്രവാചക അഭിഷേകത്തെ നിക്ഷേപിക്കുകയാണ് എന്ന് പറയുമ്പോൾ, ഇല്ല കർത്താവേ ഞാൻ ബാലനാ എന്ന് പറയുന്നത് താഴ്മയല്ല, അഹങ്കാരമാണ്. ഹല്ലേലൂയ, വാസ്തവത്തിൽ നമ്മുടെ വിശ്വാസികൾ പലപ്പോഴും ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് താഴ്മ അല്ല, അഹങ്കാരമാണ്.
ആ ആ ആ കപട താഴ്മ നമുക്ക് ആവശ്യമില്ല. എന്നാൽ ഇന്ന് ഹല്ലേലൂയ നിങ്ങളുടെ ലൈഫിൽ ഹല്ലേലൂയ ആ കപട താഴ്മയല്ല ആമേൻ ഉളവാകുവാനായിട്ട് ഉള്ളത്. ഹല്ലേലൂയ നിങ്ങൾ ശരിക്കുമുള്ളൊരു താഴ്മ ഉളവായാൽ നിങ്ങൾ പറയും, ദൈവമേ നീ എന്നെ ആക്കിയതിൽ ഞാൻ അംഗീകരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുകയാണ് ഹല്ലേലൂയ, ഹല്ലേലൂയ, we have this treasure in jars of clay. Hallelujah. ദൈവം ഗ്ലോറിയെ ആമേൻ ഹല്ലേലൂയ ജാർസ് ഓഫ് ക്ലേയിൽ ആമേൻ പകർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ മൺകൂടാരത്തിൻ്റെ അകത്ത് ഗ്ലോറി ഉണ്ട്. ഹല്ലേലൂയ. ഇന്നത്തെ ഹാർവസ്റ്റ് TV എപ്പിസോഡിലൂടെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള സന്ദേശം ഇതാണ്. നിങ്ങൾ മണ്ണാണെങ്കിലും മണ്ണിൻ്റെ അകത്ത് ദൈവം തൻ്റെ ഗ്ലോറിയെ പകർന്നിരിക്കുകയാണ്. എല്ലാവരും പറഞ്ഞ്, ഞാൻ മണ്ണല്ല, ഞാൻ ഗ്ലോറി കാരിയറാണ്. ഞാൻ ഗ്ലോറി ക്യാരി ചെയ്യുന്ന മണ്ണാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഹല്ലേലൂയ. ഞാൻ ഗ്ലോറി ക്യാരി ചെയ്യുന്ന മണ്ണാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഹല്ലേലൂയ. മണ്ണാണെന്ന് മാത്രം പറയരുത്. ഹല്ലേലൂയ. ഞാൻ ഗ്ലോറി ക്യാരി ചെയ്യുന്ന ട്രഷർ ബോക്സ് ആണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എൻ്റെ അകത്ത് ഗ്ലോറി ഉണ്ട്? ഹല്ലേലൂയ. നമ്മൾ ഈ 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ ലാസ്റ്റ് വാക്യം തൊട്ട് പഠിച്ചു വന്നാൽ ആമേൻ ഹല്ലേലൂയ അവിടെ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഗ്ലോറിയെ കുറിച്ചാണ്. അവിടെ പൗലോസ് പഴയ നിയമ ഗ്ലോറി, പുതിയ നിയമ ഗ്ലോറി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി ഹല്ലേലൂയ 3:17 എഴുതി, നൗ ദ ലോർഡ് ഈസ് ദ സ്പിരിറ്റ് ആൻഡ് വേർ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് ദർ ഈസ് ഫ്രീഡം ആൻഡ് വി ഓൾ വിത്ത് അൺവെയിൽഡ് ഫേസസ് കണ്ടംപ്ലേറ്റ് ദ ലോർഡ്സ് ഗ്ലോറി ആൻഡ് ആർ ബീയിങ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ഹിസ് ഇമേജ് വിത്ത് എവർ increasing glory which comes from the Lord who is the Spirit. Hallelujah. അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവം ആത്മാവാകുന്നു, ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ആത്മാവാകുന്ന കർത്താവിൽ നിന്ന് അവനെ ബിഹോൾഡ് ചെയ്യുമ്പം, അവനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അകത്ത് നടക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അകത്ത് നിങ്ങളുടെ അകത്ത് ആത്മാവ് വന്നിരിക്കുക. ഹല്ലേലൂയ. ആ ആത്മാവുമായിട്ട് നിങ്ങൾ നിരന്തരം സഹവസിക്കുമ്പോൾ, ആ ആത്മമണ്ഡലവുമായിട്ട് നിങ്ങൾ അതിനെ ബിഹോൾഡ് ചെയ്യുമ്പോൾ, ആമേൻ ഹല്ലേലൂയ, അതിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അതിലേക്ക് ശ്രദ്ധ നിങ്ങൾ തിരിക്കുമ്പോൾ, നിങ്ങളുടെ അകത്ത് തേജസ്സിൻ മേൽ തേജസ് വന്നിട്ട് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ കർത്താവിൻ്റെ അതേ രൂപമായി മാറ്റപ്പെടുകയാണ്. ഓ ഹല്ലേലൂയ. നിങ്ങളുടെ പുറത്തെ മനുഷ്യൻ കറുപ്പായിരിക്കാം, പക്ഷെ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ വെളിച്ചമാണ്. നിങ്ങളുടെ പുറത്ത് നിനക്ക് ഹൈറ്റ് ഇല്ലായിരിക്കാം, വെയിറ്റ് ഇല്ലായിരിക്കാം, സൗന്ദര്യമില്ലായിരിക്കാം, ജോലി ഇല്ലായിരിക്കാം, നിനക്ക് കുടുംബ മഹിമകൾ പറയാനില്ലായിരിക്കാം, പക്ഷെ നിന്റെ അകത്ത് നീ ഗ്ലോറി കാരിയർ ആണ്. കൂടുണ്ടോ? നിങ്ങളുടെ പുറത്തെ ഭാവവും നിങ്ങളുടെ പുറത്തെ ആമേൻ ഹല്ലേലൂയ ശരീരഘടനയും നിങ്ങളുടെ വീടിൻ്റെ അവസ്ഥകളും നിങ്ങളുടെ ആമേൻ സാഹചര്യങ്ങളും ഈ നിലവിലുള്ള സാഹചര്യങ്ങളും വെച്ച് നിങ്ങളെ അളക്കരുത്. അതല്ല നിങ്ങൾ എന്ന് പറയുവാനാണ് ഇന്നത്തെ എപ്പിസോഡ്. ഹല്ലേലൂയ. അതല്ല നിങ്ങൾ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ചിലരോട് നോക്കി പറയുന്നു, നിങ്ങളുടെ പുറത്തെ സാഹചര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ദൈവം നിങ്ങളുടെ അകത്തു വരുത്തിയ മാറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ പുറത്തെ സാഹചര്യം മാറും. ഞാൻ പറയുന്ന ആശയം പിടികിട്ടിയോ? നിങ്ങളുടെ പുറത്തുള്ള സാഹചര്യം, അയ്യോ ബ്രദറെ എനിക്ക് ജോലിയില്ല, അയ്യോ ബ്രദറെ എൻ്റെ ഭർത്താവ് ഇതാണ്, അയ്യോ ബ്രദറെ എൻ്റെ വീടിൻ്റെ അവസ്ഥ തകർച്ചയാണ്. ഈ പുറത്തെ സാഹചര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലും നല്ലത് അല്ല, പറഞ്ഞുകൊണ്ടിരിക്കരുത്. അതിലും ഏറ്റവും ഉത്തമമായ കാര്യം നിന്റെ അകത്ത്, നിന്റെ ആത്മമണ്ഡലത്തിൽ ഓൾറെഡി നീ വീണ്ടും ജനിച്ചപ്പോൾ തന്നെ ദൈവം ചെയ്ത മാറ്റത്തെ, ദൈവം വരുത്തിയ മാറ്റത്തെ അംഗീകരിച്ചാൽ, നിന്റെ അകത്തു നിന്ന് ആ മനസ്സ് നിന്റെ അകത്തു വന്ന മാറ്റത്തെ അംഗീകരിച്ചാൽ അകത്തു നിന്ന് ശക്തി വെളിപ്പെട്ട് ഇന്ന് നീ പുറത്ത് കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന, തോൽവിയിലിരിക്കുന്ന സാഹചര്യം അത് മാറ്റും. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിങ്ങളുടെ അകത്തു നിന്ന് ഗ്ലോറി വെളിപ്പെട്ട് നിങ്ങളുടെ സാഹചര്യത്തെ അത് ഗ്ലോറിയസ് ആക്കാൻ പോകുകയാ.
ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ ചിലർ എഴുന്നേക്കുന്ന കാഴ്ച ഞാൻ കാണുന്നുണ്ട്. ചില മൊടന്തർ സൗഖ്യമാകുന്നു, ചില ബ്രെയിൻ ട്യൂമറുകൾ ക്യാൻസൽ ആകുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്, ആത്മാവിൽ കേൾക്കുകയാണ്. ചില ഡിസീസുകളിലേക്ക് ഗ്ലോറി വ്യാപരിച്ച് അവിടെ ഗ്ലോറിയസ് ആകുന്നു, സാഹചര്യം തിരിയുക. ചിലരുടെ ലൈഫിൽ സമ്പത്ത് റിലീസ് ആകുക. ചില കിഡ്നി പേഷ്യൻസ് ഇപ്പോൾ സൗഖ്യമാവുക. ഇപ്പോൾ സ്വീകരിച്ചേ, ഐ റിലീസ് ദ ഗ്ലോറി. ചില രോഗസൗഖ്യങ്ങൾ ഈ മിനിറ്റിൽ സംഭവിക്കുക. നിങ്ങളൊന്ന് എഴുന്നേറ്റ് നോക്കിയേ, നിങ്ങളുടെ കാല് സൗഖ്യമായി. നിങ്ങളുടെ കിഡ്നി രോഗം ഒന്നുകൂടെ പോയി നോക്കിയേ, ഇനി ഡയാലിസിസ് വേണ്ട. നിങ്ങളുടെ ബ്രെയിൻ ട്യൂമർ അവിടെ ഇല്ല. ഇപ്പോൾ ചില ട്യൂമറുകൾ താഴെ വീഴുന്ന പോലെ ഇപ്പോൾ ചില അത്ഭുതങ്ങൾ റിലീസാകട്ടെ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിങ്ങളുടെ അകത്തെ ഗ്ലോറി അറിയുമ്പോൾ പുറത്തും ഗ്ലോറിയസ് ആകും. നിങ്ങളുടെ അകത്തെ ഗ്ലോറിയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം ലഭിച്ച് നിങ്ങളത് അംഗീകരിക്കുമെങ്കിൽ നിങ്ങളുടെ പുറത്ത് ഗ്ലോറിയസ് ആകും. ചില രോഗങ്ങൾ മാറുന്നല്ലോ, ചില രോഗങ്ങൾ ഈ സെക്കൻഡിൽ മാറുന്നല്ലോ. ചില വീടുകളിലേക്ക് മഹത്വം ഇടിച്ചു കയറുന്നല്ലോ. നിങ്ങൾക്ക് സമ്പത്തില്ലെങ്കിൽ ഈ നിമിഷം പേഴ്സ് എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചാട്ടെ, നിങ്ങളുടെ ലൈഫിൽ സമ്പത്ത് റിലീസ് ആകുന്നല്ലോ. ആമേൻ. നിങ്ങളുടെ അകത്ത് ഗ്ലോറി ഉള്ളത് കൊണ്ട് പുറത്ത് കുറവുകളില്ല. ലാസ്ക്രസ്, ബഹാസ്കി, കസീലി, കൊസോലി, കറ്റാസ്കെ, പസാറ്റ, ടലാറ്റി, സഫർബാഹാൻഡിയ, ലസ്ക്രോസ്, സിഫിൻഡർമ, ഹല്ലി, അറ്റർമ, ഹസിക്കോ, ലഫ്രക്കോറ്റൽസ്, മഹീനിയ, ലാൻഡ്രോസ്, ബേക്കേൽ, ടസ്കോ, ലബർഹസിയ, ലാസ്ക്രസ്, മഹേൻഡ, സിഫിയ. ഈ മിനിറ്റിൽ വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഈ മിനിറ്റിൽ നടന്ന അത്ഭുതങ്ങൾ നിങ്ങൾ എന്നെ വിളിച്ചു പറയാൻ പോവുകയാണ്. ലാസ്ക്രസ്, കലാറ്റസ്, കല്ലൂറി, ഫിൻറ്റിയ, അസാധാരണമായ ഹീലിങ്ങുകൾ ഓൾറെഡി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അസാധാരണമായ വിടുതലുകൾ ഈ മിനിറ്റിൽ നിങ്ങളുടെ വീട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ലാസ്ക്രസ്, കനാറ്റോസ്, ഫെറെ, അൽഡ്രോഷ്മിയാൻ, ടസ്കിയ. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഹല്ലേലൂയ, നിങ്ങളുടെ അകത്ത് നിങ്ങൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുമെന്ന്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 7 തൊട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്ന കാര്യം പഴയ നിയമ തേജസ്സും പുതിയ നിയമ തേജസ്സും കൂടെ ഉള്ള താരതമ്യ പഠനമാണ്. നമ്മൾ ഈ സ്കൂളുകളിൽ നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ, ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ആൻഡ് ദാറ്റ് എന്ന് പറഞ്ഞ് പിള്ളേർ 2 വരയിടും അല്ലേ. ഒരു വര ഇട്ടിട്ട് അപ്പുറത്ത് ഇത് ഇപ്പുറത്ത് ഇത് എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫറൻസ് എഴുതും എന്ന് പറയുന്നത് പോലെ ഒരു കാര്യമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പഴയ നിയമ തേജസ്, പുതിയ നിയമ തേജസ്. ഹല്ലേലൂയ. ആ പഴയ നിയമ തേജസ്സിനെ കുറിച്ച് പൗലോസ് പറയുകയാണ്, അത് ട്രാൻസിറ്ററി ആയിരുന്നു. ആമേൻ. താൽക്കാലിക തേജസ് ആയിരുന്നു. അത് മോശയുടെ പുറത്തെ മുഖത്ത് വന്നു, കുറച്ച് കഴിഞ്ഞപ്പം പോയി. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുക. ഹല്ലേലൂയ. എന്തോ എഴുതിയിരിക്കുന്നത്? അത് മോശയുടെ പുറത്തെ മുഖത്താണ് വന്നത്. ആമേൻ. അതുമൂലം കുറച്ച് നേരത്തേക്ക് ആളുകൾക്ക് തന്നെ നോക്കിയപ്പോൾ തൻ്റെ മുഖത്ത് തേജസ് കാണാൻ പറ്റി. ഹല്ലേലൂയ. എന്നാൽ ആ തേജസ് നിലനിന്നില്ല. കാരണം പുറത്ത് ആമേൻ 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 നിലനിൽക്കുകയില്ല തേജസ് അധിക നേരം. ഹല്ലേലൂയ. ദൈവം ആദാമിനെ ഒറിജിനലി സൃഷ്ടിച്ചപ്പോൾ ഈ പുറത്തല്ല തേജസ്സിൻ്റെ ഒറിജിൻ ദൈവം ഇട്ടത്. ഹല്ലേലൂയ. ഈ തേജസ് വഹിക്കാൻ നമ്മുടെ ബോഡി അല്ല ആമേൻ ആദ്യം ഭാഗമാകുന്നത്, മറിച്ച് നമ്മുടെ ആത്മമണ്ഡലത്തിൽ നിന്നാണ് അത് ഒഴുകി നമ്മുടെ ബോഡിയെ കവർ ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മണ്ണ് എടുത്തിട്ട് മനുഷ്യനെ ഉണ്ടാക്കി, എന്നിട്ട് അകത്തേക്കാണ് തേജസ് ഊതിയത്. എന്നാൽ ആ തേജസ് അവനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകി. ഹല്ലേലൂയ. എന്നാൽ പഴയ നിയമത്തിൽ ഡയറക്റ്റ്ലി ഇത് പുറത്തൊന്ന് വന്ന് തട്ടിയെന്നേ ഉള്ളൂ. അകത്തെ മനുഷ്യന് പഴയ നിയമത്തിൽ മാറ്റമൊന്നും നടന്നിട്ടില്ല. അകത്തെ മനുഷ്യനിൽ ആമേൻ പെർമനന്റ് ഗ്ലോറി വഹിക്കാൻ ഒരു കഴിവ് പഴയ നിയമത്തിൽ ആർക്കും ലഭ്യമായില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ നമ്മുടെ അകത്തെ മനുഷ്യനിൽ ആമേൻ തേജസ് വന്ന് നിറഞ്ഞ് മാത്രമല്ല അതൊട്ടും കുറവില്ലാതെ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. എത്ര പേര് കൂടെയുണ്ട്? തേജസ്സിന്മേൽ തേജസ്. ഞാൻ പറഞ്ഞു വന്ന ആശയം ഇതാണ്. നിങ്ങളുടെ പുറത്ത് എന്തും സാഹചര്യമായിക്കോട്ടെ, നിങ്ങൾ ആ ഇരിപ്പേൽ ഇരുന്നുകൊണ്ടൊന്ന് പറഞ്ഞാട്ടെ, എൻ്റെ അകത്ത് തേജസ്സുണ്ട്, എൻ്റെ അകത്ത് തേജസ്സുണ്ട്, എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ തീയുണ്ട്.
ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സാഹചര്യം മാറും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ എൻ്റെ ലൈഫിൻ്റെ സാഹചര്യങ്ങളെ ദൈവം തിരിക്കുകയാണ്. സാർക്കല ബ്രഹോസിയ. ഞാൻ ഈ ബൈബിൾ ഉടനീളം പരിശോധിച്ചപ്പോൾ ദൈവം നമ്മൾക്ക് ചെയ്തു തരുന്നതിനെ സ്വീകരിക്കാനേ നമുക്ക് കഴിവുള്ളൂ. ഹല്ലേലൂയ. എന്താണ് നമുക്ക് കഴിവുള്ളത്? ദൈവം നമുക്ക് എന്തേലും തന്നാൽ അതിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റണം. ഹല്ലേലൂയ. ഇതിൻ്റെ പേരാണ് വിശ്വാസം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമ്മുടെ അകത്ത് നിക്ഷേപിച്ചിരിക്കുന്നത് വലിയൊരു നിധിയാണ്. ആ നിധിയെ അതുപോലെ ഒന്ന് സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, ആ നിധി എൻ്റെ അകത്ത് ദൈവം ഇട്ടെന്ന് സ്വീകരിക്കുന്നതിൻ്റെ പേരാണ് വിശ്വാസം. ഹല്ലേലൂയ. പുതിയ നിയമം ശ്രമത്തിൻ്റെ നിയമമല്ല, പരിശ്രമത്തിൻ്റെ നിയമമല്ല, മറിച്ച് ദൈവം അകത്ത് പകർന്നതിനെ അംഗീകരിക്കുന്ന നിയമമാണ്. അത് അംഗീകരിക്കുമ്പോൾ വിടുതൽ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. വിടുതൽ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. റാസെലെ ബ്രഹോഷലെ ക്രാന സമോൻ തറഹസിയ ലാർസ് മെനേറ്റാസുല ഫ്രോഷനെറ്റാസ് ഗില റാസ്മോനിയാൻ ട്രാസ്കിലോ റഫേഷിയ ലൻഡ്രോഷെക്കെല്ല ബ്രഹോഷിയ ലബ്രഹസിയ. എഫെസ്യ ലേഖനം 2:6-7 ഇങ്ങനെ വായിക്കുന്നു. And God raised us up with Christ and seated us with him in the heavenly realms in Christ Jesus, in order that in the coming ages he might show the incomparable riches of his grace expressed in his kindness to us in Christ Jesus. അവിടെ എഴുതിയിരിക്കുകയാണ്, നമ്മളെ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തി. എന്തിനാണ്? വരും കാലങ്ങളിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ ലോകത്തിന് കാഴ്ചവെക്കുവാൻ, കാണിച്ചു കൊടുക്കുവാൻ. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ഞാൻ പറഞ്ഞു വന്ന ആശയം നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? നിങ്ങളുടെ അകത്ത് ദൈവം എന്തൊക്കെയോ പകർന്നിരിക്കുന്നു. ഇനി നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളെ ഒരു പ്രദർശനശാലയാക്കുക, നിങ്ങളെ ഒരു പ്രദർശന വസ്തുവാക്കുക. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു പെയിൻറ്റർ ഒരു പടം പെയിൻറ് ചെയ്ത് അത് തൂക്കിയിടുന്നത്, അല്ലെങ്കിൽ അതൊരു വലിയ സ്ഥലത്ത് പ്രദർശിപ്പിക്കാൻ വെക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, അത് പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ വാസ്തവത്തിൽ ഹല്ലേലൂയ ക്രെഡിറ്റ് പോകുന്നത് മുഴുവൻ ആ പെയിന്റർക്കാണ്. ഒരു സിനിമ പ്രദർശനത്തിനെത്തുമ്പോൾ ആ ക്രെഡിറ്റ് പോകുന്നത് മുഴുവൻ അതിൻ്റെ ഡയറക്ടർക്കാണ്. അതിലെ ആക്ടേഴ്സും അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ സക്സസ്, ആ സിനിമ സക്സസ് ആയാൽ അത് പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ നിർമ്മാതാവും അതിൻ്റെ ഡയറക്ടറിനുമാണ് അതിൻ്റെ സക്സസിൻ്റെ ക്രെഡിറ്റ് പോകുന്നത്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, in order that in the coming ages he might show the incomparable riches of his grace expressed in his kindness to us in Christ Jesus. ക്രിസ്തുവിൽ എന്തോ കർത്താവ് ചെയ്തേ? അവൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ നമ്മുടെ മേൽ പകർന്നിട്ട് വരും കാലങ്ങളിൽ അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നിർത്തിയിരിക്കുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വരും കാലങ്ങളിൽ ക്രിസ്തു നമ്മളിൽ പകർന്ന അത്യന്ത ധനത്തെ ഈ ലോകം കാണാൻ പോകുകയാണ്. അതിനെന്ത് ചെയ്യണം ബ്രദറെ? ഞാൻ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. എൻ്റെ അകത്ത് ദൈവം പകർന്നതിനെ ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ എഴുന്നേൽക്കുമെങ്കിൽ ഞാനൊരു പ്രദർശനശാലയാകും. ഞാൻ ഗ്ലോറിയുടെ പ്രദർശനശാലയാകും. ഞാൻ മഹത്വത്തിൻ്റെ പ്രദർശന വസ്തുവാകും. ഞാൻ മഹത്വത്തെ പ്രദർശിപ്പിക്കുമ്പോൾ മഹത്വം പോകുന്നത് ദൈവത്തിനാണ്. നിങ്ങൾ എനിക്കൊന്നും കഴിവില്ല എന്നും പറഞ്ഞ് ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും ഭാരത്തിലും വേദനയിലും കെട്ടപ്പെട്ട കഴുതയായി വീട്ടിൽ കിടക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് ഒരു മഹത്വവുമില്ല. മറിച്ച് ഹല്ലേലൂയ, നിങ്ങളുടെ അകത്തുള്ള മഹത്വം പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ, നിങ്ങളുടെ അകത്തുള്ള മഹത്വം വരും കാലങ്ങളിൽ ഒന്ന് ദൈവത്തിന് കാണിക്കണം. എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് ദൈവം പറയുന്നു, നിങ്ങളെ ഒരു പ്രദർശനശാലയാക്കും. എന്തിൻ്റെ? ദൈവത്തിൻ്റെ കൃപയുടെ, ദൈവത്തിൻ്റെ ഗ്ലോറിയുടെ, ദൈവം നിങ്ങളിൽ ചൊരിഞ്ഞ അത്യന്ത ധനത്തിൻ്റെ. എല്ലാവരും പറഞ്ഞ ഞാനൊരു പ്രദർശനശാലയാണ്. എല്ലാവരും പറഞ്ഞ ഞാനൊരു പ്രദർശന വസ്തുവാണ്. ഞാനൊരു പ്രദർശനശാലയാണ്. എന്തിൻ്റെ? ദൈവത്തിൻ്റെ സർവ കൃപകളുടെയും പ്രദർശനശാലയാണ്. ഹല്ലേലൂയ. അതിൻ്റെ 10ാമത്തെ വാക്യത്തിൽ എഴുതി, for we are God's handiwork, created
in Christ Jesus to do good works which God prepared in advance for us to do. ആമേൻ. നാം ദൈവത്തിൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളെ ദൈവത്തിൻ്റെ കൈപ്പണിയാക്കി ദൈവം വെച്ചിരിക്കുക. ആമേൻ. സ്പെഷ്യലായിട്ട് നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ദൈവം പണിഞ്ഞിരിക്കുക. ദൈവം നിങ്ങളെ തൻ്റെ കൈപ്പണിയാക്കി. എന്തിനാ ഒരു ചിത്രകാരൻ എന്തിനാ ഒരു കാര്യത്തെ പണിയുന്നത്? പ്രദർശിപ്പിക്കുവാൻ. ഒരു സിനിമാക്കാരൻ എന്തിനാ ഒരു സിനിമ എടുക്കുന്നത്? അതിനെ പ്രദർശിപ്പിക്കുവാൻ. അതുപോലെ ഇവിടെ എഴുതിയിരിക്കുവാണ്, നിങ്ങൾ എൻ്റെ ദൈവത്തിൻ്റെ കൈപ്പണിയാണ്. എൻ്റെ ദൈവത്തിൻ്റെ കൈപ്പണിയായി നിങ്ങളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ പണിഞ്ഞിട്ട് നിങ്ങളിൽ ചിലത് കുത്തി നിറച്ചിട്ടുണ്ട് ദൈവം. എന്താണ്? ഗ്ലോറിയെ കുത്തി നിറച്ചിട്ടുണ്ട്. എന്താണ്? ദൈവത്തിൻ്റെ കൃപ കുത്തി നിറച്ചിട്ടുണ്ട്. അതിനെ ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ പ്രദർശിപ്പിക്കണം. ഹല്ലേലൂയ. പത്രോസും യോഹന്നാനും അപ്പോസ്തലപ്രവൃത്തി 3 പറയുകയാണ്, ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ ഇതാ നിങ്ങൾക്ക് തരികയാണ്. ഹല്ലേലൂയ. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു. ഹല്ലേലൂയ. പത്രോസും യോഹന്നാനും എപ്പോഴാണ് ദൈവത്തിൻ്റെ കൃപയുടെ പ്രദർശനശാലകളായി മാറിയതെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവ് തങ്ങളിൽ വന്ന് നിറഞ്ഞപ്പോൾ. പരിശുദ്ധാത്മാവ് തങ്ങളിൽ വന്ന് നിറഞ്ഞപ്പോൾ, തങ്ങളുടെ അകത്ത് ക്രിസ്തു വന്നപ്പോൾ, ഹല്ലേലൂയ, തങ്ങൾ എന്തായി മാറി? ക്രിസ്തുവിൻ്റെ പ്രദർശനശാലയായി മാറി. ഹല്ലേലൂയ. ഹീലിംഗിൻ്റെ പ്രദർശനശാലയായി മാറി. ആമേൻ. ഡെലിവറൻസിൻ്റെ പ്രദർശനശാലയായി മാറി. ആമേൻ. ദൈവിക വിടുതലിൻ്റെ പ്രദർശനശാലയായി മാറി. ദൈവിക വിടുതൽ കിട്ടണമെങ്കിൽ പത്രോസ് പറയും, എന്നെ നോക്ക്. ദൈവിക വിടുതൽ കാണണമെങ്കിൽ, ദൈവത്തിൻ്റെ സ്നേഹം കാണണമെങ്കിൽ, ആമേൻ, യോഹന്നാൻ പറയും, നിങ്ങൾ എന്നെ നോക്ക്. അതുകൊണ്ടാണ് യേശു ആമേൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്നു മുതൽ നിങ്ങളെ കണ്ടാൽ ആമേൻ അത് യേശുവിനെ കണ്ട പോലെ തന്നെയാണെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ലാസ്ക്രസ്, കനാറ്റോസ്, ബെലേറിയ, സാൻഡർബേന്റിയ, ലസ്ക്രോ, ഷെഫേൽ ടർബഹാസിയ, നിങ്ങളെ കണ്ടാൽ അത് പിതാവിനെ കണ്ട പോലെയാണ്. ഹല്ലേലൂയ. ആ ക്രൈസ്റ്റിനെ ഒന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. വരും കാലങ്ങളിൽ അവൻ്റെ കൃപയെ പ്രദർശിപ്പിക്കുവാൻ എൻ്റെ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറയുന്നു, നിങ്ങളിൽ ചിലർ ദൈവത്തിൻ്റെ പ്രദർശനശാലകളായി മാറട്ടെ. നിങ്ങളിൽ ചിലർ ഗ്ലോറി മാനിഫെസ്റ്റേഴ്സ് ആയി മാറട്ടെ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ ഗ്ലോറി മാനിഫെസ്റ്റേഴ്സ് ആകണമെന്ന്? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് വെളിച്ചത്തെ പടർത്താനായി കഴിയും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് വെളിച്ചത്തെ പടർത്താനായി കഴിയുമെന്ന്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ലാസ് ഗ്രോസ് എബേ ടർബഹോഷിയ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ് യോഹന്നാൻ 8:12. അവിടെ യേശു എഴുതിയിരിക്കുകയാണ്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് ആൻഡ് ഹൂ എവർ ഫോളോസ് മീ വിൽ നെവർ വാക്ക് ഇൻ ഡാർക്ക്നെസ് ബട്ട് വിൽ ഹാവ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അവിടെ യേശു പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. ഹല്ലേലൂയ. പക്ഷെ മത്തായി 5:14 എഴുതിയിരിക്കുന്നു, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അവിടെ എഴുതിയിരിക്കുകയാണ്, മത്തായി 5:14 എഴുതിയിരിക്കുകയാണ്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ വലിയൊരു സീക്രട്ട് പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു സീക്രട്ട് ഉണ്ട്. സീക്രട്ട് അല്ല, സത്യമുണ്ട്. യേശു ലോകത്തിന്റെ വെളിച്ചമാണ്. എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്, യേശു ലോകത്തിന്റെ വെളിച്ചമാണ്. പക്ഷേ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, കർത്താവേ, യേശു ഈ ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് ഈ ഭൂമിയിൽ വന്നിട്ടും എന്താണ് എൻ്റെ കൂട്ടുകാർ യേശുവിനെ അറിയാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ അയൽവക്കത്ത് യേശു വെളിപ്പെടാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ ദേശം യേശുവിൻ്റെ വെളിച്ചം കാണാത്തത്? ഉത്തരം സിമ്പിളാണ്. നിങ്ങൾ ഒരു വാക്യേ കണ്ടുള്ളൂ, മറ്റേ വാക്യം കണ്ടില്ല. യേശു പറഞ്ഞത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം, സത്യമാ. പക്ഷെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം. മത്തായി 5:14, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? യു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ
ക്രിസ്തു വെളിച്ചമാണ്, എന്നാൽ ഇപ്പോൾ ആ ക്രിസ്തു നിങ്ങളിൽ വന്നിരിക്കുന്നു. കൂടുണ്ടോ? ക്രിസ്തു വെളിച്ചമാണ്, എന്നാൽ ഇപ്പോൾ ആ ക്രിസ്തു നിങ്ങളിൽ വന്നിരിക്കുന്നു. വാവ്. ക്രിസ്തു വെളിച്ചമാണ്, എന്നാൽ ആ ക്രിസ്തു ഇപ്പോൾ നിങ്ങളിൽ. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം അതിൻ്റെ 1:28-29 പറഞ്ഞത്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ. എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനത്തിൽ അവിടെ പൗലോസ് എഴുതുന്നത് ഒരു വലിയ മർമ്മം പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ആകാശത്തിൽ എന്നല്ല, സ്വർഗത്തിൽ എന്നല്ല, നിങ്ങളിൽ. കൂടുണ്ടോ? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. ആ ക്രിസ്തു നിങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം? പ്രദർശിപ്പിക്കപ്പെടണം. അതാണ് ഇന്നത്തെ സന്ദേശം. എത്ര പേർക്ക് മനസ്സിലായി? ക്രിസ്തു, വെളിച്ചമാകുന്ന ക്രിസ്തു, ജീവനാകുന്ന ക്രിസ്തു, ആമേൻ, ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്ന ക്രിസ്തു ഇനി പ്രദർശിപ്പിക്കപ്പെടാൻ പോകുന്നത്, എഫേസ്യ ലേഖനം 2:7 നിന്ന് വായിച്ചതുപോലെ, ഇനി പ്രദർശിപ്പിക്കപ്പെടാൻ പോകുന്നത് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നുമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എന്നിൽ നിന്ന് ക്രിസ്തു വെളിയിൽ വരാൻ പോവുകയാണ്. എന്നിൽ നിന്ന് ക്രൈസ്റ്റ് മാനിഫെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എന്നിൽ നിന്ന് ക്രൈസ്റ്റ് വെളിപ്പെട്ടാൽ എൻ്റെ ലൈഫ് പഴയതായിരിക്കില്ല. എന്നിൽ നിന്ന് ക്രൈസ്റ്റ് മാനിഫെസ്റ്റ് ആയാൽ എൻ്റെ ജീവിതം പഴയതായിരിക്കത്തില്ല. എന്നിൽ നിന്ന് ക്രൈസ്റ്റ് മാനിഫെസ്റ്റ് ആയാൽ എൻ്റെ ഹസ്ബൻഡ് അത് കണ്ട് മാനസാന്തരപ്പെടും. എന്നിൽ നിന്ന് ക്രൈസ്റ്റ് മാനിഫെസ്റ്റ് ആയാൽ എൻ്റെ പിള്ളേരെ മാറ്റാൻ ശ്രമിക്കേണ്ട, ഓട്ടോമാറ്റിക്കലി അവർ മാറും. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ചിലത് ഓട്ടോമാറ്റിക്കലി മാറും. നിങ്ങൾ പ്രാർത്ഥിക്കുവല്ല അതിന് ചെയ്യേണ്ടത്, നിങ്ങളുടെ അകത്തുനിന്ന് ക്രൈസ്റ്റ് മാനിഫെസ്റ്റ് ആയാൽ മതി. ഹല്ലേലൂയ. ശിഷ്യന്മാർ എങ്ങനെ മാറിയത്? യേശുവിൽ നിന്ന് ക്രൈസ്റ്റ് മാനിഫെസ്റ്റ് ആയപ്പോൾ ഹല്ലേലൂയ, ശിഷ്യന്മാർക്ക് വലിയ മാറ്റമുണ്ടായി. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ എങ്ങനെ മാറാൻ പോകുന്നത്? എപ്പോഴും പ്രാർത്ഥന കൊണ്ടല്ല, പക്ഷേ ക്രൈസ്റ്റ് മാനിഫെസ്റ്റ് ആകണം. നിങ്ങളുടെ അകത്തുള്ളതിനെ നിങ്ങളൊന്ന് അറിയുമെങ്കിൽ, നിങ്ങളുടെ അകത്തുള്ളതൊന്ന് മാനിഫെസ്റ്റ് ആകുമെങ്കിൽ, നിങ്ങളുടെ അകത്ത് കിടക്കുന്ന ക്രിസ്തു, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. അതാണ് പൗലോസിന് പറയാനുള്ള ഏറ്റവും വലിയ മർമ്മം. നിങ്ങളിൽ ഇരിക്കുന്നു. ആ നിങ്ങളിൽ ഇരിക്കുന്ന ക്രിസ്തു ഇന്ന് വെളിപ്പെടാനായിട്ട് പോവുകയാണ്. വെളിപ്പെടുമ്പോൾ ഈ ലോകം വെളിച്ചം കാണും. നിങ്ങളുടെ വീട് വെളിച്ചം കാണും. നിങ്ങളുടെ ഹസ്ബൻഡ് വെളിച്ചം കാണും. നിങ്ങളുടെ പിള്ളേർ വെളിച്ചം കാണും. നിങ്ങളിൽ നിന്ന് അത് വെളിപ്പെടാനായി ഞാൻ പ്രാർത്ഥിക്കാനായി പോകുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ ആമേൻ. ഇപ്പോൾ തന്നെ ഒരു ക്രൈസ്റ്റ് മാനിഫെസ്റ്റേഷൻ നടക്കാൻ പോവുകയാണ്. ഒരു ഗ്ലോറി മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ വീടുകളിൽ ഇറങ്ങി വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ പ്രിയ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ വീടുകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ മാനിഫെസ്റ്റ് ആകട്ടെ. അവരുടെ അകത്തുള്ള ക്രിസ്തുവിനെ അവർ തിരിച്ചറിയട്ടെ. ഹല്ലേലൂയ. സ്വർഗത്തിലുള്ള ക്രിസ്തു അല്ല, അവരിലുള്ള ക്രിസ്തുവിനെ. ക്രൈസ്റ്റ് ഇൻ യു, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. ഈ ലോകത്തിൻ്റെയും നിങ്ങളുടെയും പ്രത്യാശ എന്താണെന്നറിയാവോ? ക്രൈസ്റ്റ് ഇൻ യു. ക്രൈസ്റ്റ് ഇൻ യു. ആ ക്രൈസ്റ്റ് മാനിഫെസ്റ്റ് ആകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അകത്ത് കിടക്കുന്ന ക്രൈസ്റ്റ് മാനിഫെസ്റ്റ് ആകട്ടെ. അങ്ങനെ പറഞ്ഞ് കർത്താവേ, ഞങ്ങൾ ഈ പ്രിയ ജനത്തെ ഇപ്പോൾ ബ്ലസ് ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞ് ഞാൻ ഇവരുടെ മേൽ ആ മാനിഫെസ്റ്റേഷനെ റിലീസ് ചെയ്യുന്നു. ഇവരുടെ രോഗങ്ങൾ സൗഖ്യമായി, ഇവരുടെ ദുഃഖങ്ങൾ സൗഖ്യമായി, ഇവരുടെ വീട്ടിൽ ഇപ്പോൾ വലിയ പ്രകാശം വരട്ടെ. ഇപ്പോൾ തന്നെ ക്രൈസ്റ്റ് മാനിഫെസ്റ്റ് ആകട്ടെ. അപ്പോൾ തന്നെ വലിയ പ്രകാശം കൊണ്ട് ഇവരെ ദൈവം നിറച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തിരുകരത്തിൽ ഈ പ്രിയ ജനത്തെ ഏൽപ്പിക്കുന്നു, തിരുകരത്തിൽ ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. God bless you. See you in the next episode. Amen.